നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബത്തിൽ ലക്ഷ്മി കടാക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട 8 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുടുംബാംഗങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഐശ്വര്യമുണ്ടാവാൻ ഒരുപാട് ആചാരാധനാ സമ്പ്രദായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസത്തെ പ്രാധാന്യം കൊണ്ട് ഐശ്വര്യമുണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിളക്ക് കൊളുത്തുമ്പോഴുള്ള ഐശ്വര്യം, നാമജപാദികളുടെ ഐശ്വര്യം, വീടിന്റെ വാസ്തുകൊണ്ടുള്ള ഐശ്വര്യം, അങ്ങനെ ഒരുപാട് വഴികൾ ഞാൻ ഇതിനു മുമ്പ് വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഐശ്വര്യം നിലനിർത്താൻ നാം പാലിക്കേണ്ട പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ശുചിത്വം. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. മുറികൾ, മുറ്റം എന്നിവ രണ്ടു നേരവും അടിച്ചു തളിക്കുന്നത് ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുണ്ടാക്കാൻ സഹായിക്കും. നിലവിളക്ക്. പൂജമുറിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തുക. അരമണിക്കൂറെങ്കിലും വിളക്ക് തെളിഞ്ഞു നിൽക്കണം. തുളസി. വീട്ടുമുറ്റത്ത് തുളസി നട്ടുപിടിപ്പിക്കുക. തുളസിത്തറയിൽ വിളക്ക് വെച്ചു പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. നെല്ലി. വീട്ടിൽ നെല്ലിമരം വളർത്തുന്നത് ലക്ഷ്മീ കടാക്ഷത്തിന് നല്ലതാണ്. പൗർണമി ദിവസങ്ങളിൽ നെല്ലിക്ക സമർപ്പിക്കുന്നത് ഗുണകരമാണ്. ശിവഭജനം. നമഃശിവായ ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കും. വിഷ്ണുഭജനം. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണുക്ഷേത്ര ദർശനവും കുടുംബത്തിന് ശ്രേയസ് നൽകും. സാധുജന സംരക്ഷണം. പാവപ്പെട്ട കുട്ടികളെയും അശരണരെയും സഹായിക്കുക. പഠനോപകരണങ്ങൾ വാങ്ങാനോ മറ്റാവശ്യങ്ങൾക്കോ അവരെ സഹായിക്കുന്നത് പുണ്യമാണ്. ശുഭവാക്കുകൾ. കുടുംബത്തിനുള്ളിൽ മോശമായ വാക്കുകളോ പ്രാക്കുകളോ ഒഴിവാക്കുക. എപ്പോഴും നല്ലതും സഭ്യവുമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഈ 8 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ആ കുടുംബത്തിൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നിരന്തരമായുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ എന്തു വേണമെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി.